Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ പഴയ ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ പഴയത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കാൻ നേരത്ത് ആ ഒരു ചാനലിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പഴയ ആൾക്കാർ കാണുമ്പോൾ ആ ചാനൽ തന്നെയാണെന്ന് വിചാരിച്ച് ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കും. എന്നാലും നിങ്ങൾ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ ചാനൽ നമുക്ക് നഷ്ടമായി, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please pray us. റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് pray us. യൂണിവേഴ്സ് പ്ലീസ് pray us. യൂണിവേഴ്സ് പ്ലീസ് pray us. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള കറണ്ട് എനർജി എന്താണ്? നിങ്ങളെ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്? യൂണിവേഴ്സ് പ്ലീസ് pray us. Six of Cups, Page of Swords, the Hanged Man, Six of Pentacles and Ace of Pentacles, the Empress and Four of Wands, Knight of Swords and Queen of Swords, bottom of the deck King of Swords and Five of Pentacles ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്റ്റക്കായിട്ടാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ വ്യക്തിയുടെ നിങ്ങൾ വളരെയധികം സ്നേഹത്തോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ടുമാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് സ്നേഹമുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. പകരം ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ലൈഫ് ലോങ് നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പം നിൽക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നില്ല. ഈ ഒരു അമിതമായിട്ടുള്ളൊരു സ്നേഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കാൻ കാരണം. അതെന്താണ് അങ്ങനെ പറഞ്ഞത്, അല്ലെ ഡിവൈൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് തന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണുവാൻ വേണ്ടി കഴിയുന്നത്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ സ്നേഹനിധിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാമുകനായിക്കോട്ടെ കാമുകയായിക്കോട്ടെ, പ്രണയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ. അപ്പം നിലവിൽ ഈ വ്യക്തി നിങ്ങളെ വളരെയധികം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിനെ ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ പൊസസീവാണ് കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിലവിൽ സ്റ്റക്കായി നിൽക്കുന്നത് നിങ്ങൾക്ക് ഓവർ പൊസസീവ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പല സമയങ്ങളിലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നോക്കാൻ നിർത്തുക, അതായത് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് നിൽക്കണം, മറ്റാരോട് സംസാരിക്കുന്നത് പോലും
നിങ്ങളുടെ ആ ഒരു ഓവർ പൊസസീവ് കാരണം നിങ്ങളത് മാറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഓവർ പൊസസീവ് കാരണം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ഭയങ്കര പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു നിമിഷം വിളിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം വിളിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില സമയങ്ങളിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ പെരുമാറുമ്പോൾ പോലും ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നുള്ളൊരു തലത്തിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പകരം അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു സന്ദർഭങ്ങളും നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. ആ വ്യക്തി പറയുമ്പോൾ മാത്രമേ നിങ്ങളത് മനസ്സിലാക്കുന്നുള്ളൂ. എനിക്ക് ഇതായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പലപ്പോഴും ആ വ്യക്തി പറയുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുന്നതും അവരുടെ കൂടെ നിൽക്കുന്നതും. പക്ഷെ പല സമയത്തും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ചില സമയങ്ങളിലൊന്നും പറയാൻ പറ്റുന്നില്ലായിരിക്കും. ഒന്നും പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അവരെ ഓവറായിട്ടും സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നുള്ള ഒരു തലത്തിലേക്കാണ് നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് പകരം മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു തലത്തിലേക്കാണ് നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിച്ചു പോകുന്നത്. അതുതന്നെയാണ് ഈ വ്യക്തി ഇപ്പം സ്റ്റക്കായിട്ട് നിൽക്കാൻ കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവർക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ അടുത്ത് ഇനി എങ്ങനെ ആ ഒരു വ്യക്തിയുടെ സ്നേഹം കൂടുതലായിട്ട് കാണിച്ചു തരണമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പം നിലവിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അവരുടെ ഒരു സ്നേഹം നോക്കുവാൻ നേരത്ത് തന്നെ കാണാം. ഇപ്പോൾ എന്താ പറയുക, നിങ്ങളാണ് കൂടുതലായിട്ട് അവരെ ബ്ലൈൻഡായിട്ട്, അതായത് കണ്ണടച്ച് ആ ഒരു വ്യക്തിയെ എന്തെന്നറിയില്ലാതെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരു ചീത്ത ആയിട്ടുള്ള ഒരു വാക്ക് പോലും ആ വ്യക്തി പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അവർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമായതുകൊണ്ടാണ്. അവരൊരിക്കലും നിങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ലാത്തൊരു വ്യക്തിയാണ്. മാറ്റി നിർത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല ആ ഒരു വ്യക്തി. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്നുള്ളൊരാഗ്രഹം നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷവതി അല്ലെങ്കിൽ സന്തോഷവാനായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരു സോൾമേറ്റിനെ കിട്ടിയ പോലെയാണ്. എന്തെന്നില്ലാത്തൊരു സന്തോഷം. അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഓരോരോ പ്രചോദനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. അത് സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കൂടുതലായിട്ടും ഒരു പ്രചോദനം നിങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷെ നിലവിൽ വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഓവർ പൊസസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കാരണം തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കാണിച്ചാൽ നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ടും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കുറേയൊക്കെ ഒരു ക്യാരക്ടർ, ആ ഒരു സ്വഭാവം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കൂടുതലായിട്ടും സ്വഭാവം മാറ്റണമെന്നല്ല, പൊസസീവൊക്കെ ആവാം. പക്ഷേ ഓവറായിട്ടാണെങ്കിൽ നമ്മൾ പണ്ടോട്ടുനിന്ന് കേൾക്കുന്നൊരു കാര്യമാണ് അധികമായാൽ അമൃതും വിഷമാണ് എന്നുള്ളൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ക്യാരക്ടർ വിട്ടൊന്ന് മാറ്റി പിടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടല്ല, ഈ ഓവർ പോസസീവായിട്ടുള്ളൊരു ക്യാരക്ടർ മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് മാറ്റുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഒരു സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് ഒരു ചെറിയൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.